മനുഷ്യനും അവരുടേതായ ചില മുൻഗണനാക്രമങ്ങളുണ്ട്. ആ മുൻഗണനാക്രമം അനുസരിച്ചാണ് അവർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. ഏറ്റവും കൂടുതൽ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാടിയത് വാസ്തവത്തിൽ ഇപ്പോൾ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുത്താലും അതിൻ്റെ വില ഇന്നല്ലെങ്കിൽ നാളെ ഇടിയും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഏതൊരാൾ പ്രാധാന്യം കൊടുത്താലും ആ പ്രാധാന്യം കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ദൈവം പ്രാധാന്യം തരും. അതിൽ നമ്മൾ എത്ര പ്രാധാന്യമില്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ 119 സങ്കീർത്തനം 105 വാക്യം വായിക്കട്ടെ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആ പാടിയ പാട്ട് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വരികൾ ആര് പാടിയതാണെങ്കിലും ഒരു കാര്യം വ്യക്തമായി നാം ബോധ്യപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ വീടിന് മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാഹനത്തിൽ വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഒരു പരിശോധന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വീട് പരിശോധിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മെസ്സേജ് ലഭിച്ചത് കാരണം അവർ ആ വീട്ടുടമസ്ഥനോട് പറഞ്ഞു, സർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വീട് തെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങൾ വന്നത് വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ, സ്വർണങ്ങളൊക്കെ അനധികൃതമായി ശേഖരിച്ചിരിക്കുന്ന ഒരു വീട് ഈ ദേശത്തുണ്ട്, അത് കണ്ടെത്താനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വീട് ഞങ്ങൾ തെറ്റിയത് കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വിലപിടിപ്പുള്ള, നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ, നിങ്ങൾക്ക് കണക്കൂട്ടാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് വിലയുള്ള ഒരു നിധി എൻ്റെ കൈവശമുണ്ട്. പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ ഞാനത് നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കാം. അകത്ത് പോയി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ലോകത്തിലെ ഏറ്റവും വിലയുള്ള വസ്തു. നോക്കൂ പ്രിയരെ, ദൈവവചനത്തിന് എത്രമാത്രം ആ മനുഷ്യൻ പ്രാധാന്യം കൊടുത്തു എന്ന് ഇതിൽ കൂടുതൽ തെളിവെന്താണ് വേണ്ടത്? നമ്മുടെ വീട്ടിൽ ഏറ്റവും വിലയുള്ള വസ്തു എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള വസ്തു എന്താണ്? ദൈവത്തിനോ ദൈവത്തിൻ്റെ വചനത്തിനോ എങ്കിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ട. അതിനനുസരിച്ച് ദൈവം നിങ്ങൾക്ക് വില കൽപ്പിക്കും. ദൈവം നിങ്ങൾക്ക് മാന്യത നൽകും. സമൂഹത്തിൽ ദൈവം നിങ്ങളെ ആദരിക്കും. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ വചനത്തിനും ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നേറുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.